ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാനും അച്ഛനും കൂടെ കൊട്ടാരക്കരയിലുള്ള വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. എല്ലാ വീക്കെൻഡ്സിലും വരാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കണം, അതുകൊണ്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തൂക്കണം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കൂടെ ഞാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ഇതുവരെ എടുത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ. വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 8 ആയി. ഞാൻ കുറച്ച് ലേറ്റായി കേട്ടോ എഴുന്നേക്കാൻ, ഒരു 7:30 ആയി എഴുന്നേറ്റപ്പം. ബിക്കോസ് ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റായി ഉറങ്ങാൻ, എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഇനി താഴെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം. അച്ഛൻ വെള്ളം ഒഴിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് ഞങ്ങൾക്കൊരു ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അവിടെ വെള്ളം ഒഴിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വരുന്നതിന് മുന്നേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ട്. നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ ജനലുകളും കർട്ടനുകളും ഒക്കെ അങ്ങ് മാറ്റി അങ്ങിട്ട്. എൻ്റെ കുഞ്ഞിനാളിൽ എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ ജനൽ തുറന്നിട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ മിക്കപ്പോഴും മറന്നു പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കുമല്ലേ, ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. കാരണം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. വീട്ടിൽ നിന്ന് കഴിച്ചാൽ മാത്രമേ ആ ഒരു കഴിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെയൊക്കെ ഫുള്ള് പുറത്തുനിന്നാണ് കഴിച്ചത്. കണ്ടിന്യൂസ്ലി പുറത്തുനിന്ന് കഴിക്കുമ്പം നമുക്ക് എന്തോ പോലെ ആവും കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഞാനും അച്ഛനും ഡിസൈഡ് ചെയ്തു. അപ്പം ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുമല്ലോ. കടയിലെ ഫ്രിഡ്ജിലാകെ കൂടെ പാലും മുട്ടയും ബ്രെഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം നാളെ ഞങ്ങൾ പോവാണ്. അപ്പോൾ മുട്ടയും പാലും ബ്രെഡും മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ. പിന്നെ പ്ലീസ് ഇഗ്നോർ ദി ഹൗസ്. ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയാണ്. കാരണം ഞങ്ങളിവിടെ താമസിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ സാധനം കിടക്കുകയാണ് കേട്ടോ. ഒരു പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല. കാരണം ഷിലോങ്ങിൽ നിന്ന് അച്ഛൻ റിട്ടയറായിട്ട് വന്നതിന് ശേഷം ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഓരോ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. കുറേ കൂടെ കഴിയുമ്പം മേ ബി ഇതൊക്കെ നല്ല രീതിയിലൊന്ന് സെറ്റാവും ആയിരിക്കും. അപ്പോൾ ഞാൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ കുഴപ്പം അതാണ്, നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പം എല്ലാ പ്രാവശ്യവും ഓരോ പാത്രം എടുക്കുമ്പോഴും നമുക്ക് സോപ്പിട്ട് കഴുകേണ്ടതായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം സോപ്പിട്ട് കഴുകണം. അങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ നേരെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ കയറി കേട്ടോ. മുട്ടയ്ക്കുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞങ്ങിട്ടു. പിന്നെ 6 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. 6 മുട്ടയും ഞാൻ എടുത്തായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ ഇതെല്ലാം നന്നായിട്ട് വരുമെന്നുള്ളത്. അങ്ങനെ തീ കത്തിച്ചു, അതങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ അതായത് തിരിച്ചിടാനുള്ള ഒരു സെറ്റപ്പ് തപ്പി അങ്ങോട്ട് പോയപ്പോഴത്തേനും അത് കത്തിക്കരിഞ്ഞു പോയി കേട്ടോ. ഒന്നാമത് തവ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അടിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ തിരിച്ചിട്ടത്. അതോടുകൂടി എൻ്റെ ഉണ്ടാക്കാനുള്ള മൂടേ പോയി. അത് കാരണം അച്ഛൻ വന്നിട്ട് ബാക്കി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് ഏറ്റെടുത്തു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ചായ അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ എൻ്റെ ഫ്ലോപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എന്ത് കരിഞ്ഞ ടേസ്റ്റ്. എനിക്ക് അപ്പോഴേ തോന്നിയത് ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളി.
ഒരടിപൊളിയില്ല അച്ഛൻ്റെ കാര്യം. പിന്നെ കരിഞ്ഞിരിക്കുന്നുണ്ടാ? ഞാൻ ചുടുന്നത് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് അച്ഛൻ സ്വന്തമായിട്ട് ചുട്ടതാണ്. എനിക്ക് പറ്റിയ ആ സെയിം അബദ്ധം തന്നെ അച്ഛനും പറ്റി. എനിക്ക് ശരിക്കും പറ്റിയത് ഞാൻ നല്ല രീതിയിൽ ഒന്നാമത് ആ ഗ്യാസിൻ്റെ ആ നോബ് വൃത്തിക്കല്ല ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഹൈ ഫ്ലെയിമിലാണോ ലോ ഫ്ലെയിമിലാണോ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനിത് തിരിച്ചിടാനുള്ള സെറ്റപ്പ് തപ്പി നടന്നപ്പോഴത്തേനും അത് കത്തിപ്പോയി. സ്വാഭാവികം. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇരുന്നത്, നല്ല പൊതിഞ്ഞ് ബ്രെഡ് ഓംലെറ്റ് ഇല്ല 5 സ്റ്റാറിലൊക്കെ കിട്ടുന്ന പോലെ നടന്നില്ല. ഇനിയിപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റൂ. ചായ കൊള്ളാട്ടോ. എൻ്റെ ചായ അടിപൊളിയാണല്ലേ. ഞാൻ സാധാരണ ചായ കുടിക്കാറില്ല അവിടെ, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പണ്ടത്തെ ശീലമല്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരുന്നത് കൊണ്ടായിരിക്കണം എനിക്ക് ചായ കുടിക്കാൻ തോന്നുകയാണ്. പക്ഷെ ഞാനിടുന്ന ചായയാണ് എനിക്കിപ്പോൾ ഇഷ്ടം. നല്ല ചായയാണ്. ചായയിൽ ഞാൻ ഒരു എക്സ്പേർട്ടാണ് ഇപ്പം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം അങ്ങ് കഴുകി വെക്കുവാണേ. പാത്രങ്ങൾ അപ്പം കഴുകി വെച്ചില്ലെങ്കിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഇഷ്ടമല്ല സിങ്കിൽ പാത്രങ്ങൾ കൂടി കിടക്കുന്നത്. 2, ഇതിനകത്ത് ഉറുമ്പ് കയറും കേട്ടോ. പെട്ടെന്നാണ് ഇവിടെ ഉറുമ്പ് കയറുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുക, അപ്പം തന്നെ കഴുകി വെക്കുക. അതാണ് ഇവിടുത്തെ ഒരു പോളിസി. അപ്പം തുടച്ചിട്ടില്ലെങ്കിൽ ഉറുമ്പ് കയറും. ഞാൻ തുടച്ചിട്ട് പോയിട്ട് 5 മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ. 5 മിനിറ്റ് പോലും ആയിട്ടില്ല. ആൻഡ് സ്റ്റിൽ നോക്കി കണ്ടാ ഉറുമ്പ് എവിടേക്ക് വരുന്നോ എന്തോ ഇതൊക്കെ കണ്ടാ. അങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റും പാത്രം കഴുകലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് തുണി എനിക്ക് വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. 2 ദിവസം ആയാലും കുറച്ച് തുണിയായി, ഏറെ തുണിയായി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വാഷിംഗ് മെഷീൻ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിടണം. അതാണ് അടുത്ത പരിപാടി. ഇത് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രോഷയാണ് കേട്ടോ. ഒരു ഹാറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കുറച്ചുകൂടെ. അപ്പോൾ സാധാരണ ഞാൻ എല്ലാ ക്രോഷ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ വീഡിയോ എടുക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ മറന്നുപോയി. ലാസ്റ്റ് ആകാറായപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത്, അയ്യോ ഇതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പോവാണേ. എനിക്ക് ഈ ഒരു ഹാറ്റ് ചെയ്യണമെന്ന് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കുറേ നാൾ ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു ഇത്. പക്ഷെ അതിന് പറ്റിയ യാൺ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത് യാണ് കിട്ടിയിട്ട് കുറച്ച് നാളായി. പക്ഷെ ഇപ്പോഴാണ് ഇത് ചെയ്യാനുള്ള സമയവും സാഹചര്യവും കിട്ടിയത്. ഇത് എനിക്കൊരു 2 ദിവസം എടുത്തു. ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, കുറച്ച് മണിക്കൂർ പിന്നെ കൊടുത്തു കേട്ടോ. പക്ഷെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാറ്റാണ് ഇത്. ഹലോ, അങ്ങനെ ഞാൻ റെഡിയായി പുറത്തു പോകണം കേട്ടോ. ഞാനും അച്ഛനും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കണം എന്ന് തോന്നുക. ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ. അതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എനിക്ക് നല്ല നാടൻ ചോറും കറികളും കഴിച്ചാൽ മാത്രമേ എനിക്ക് വിശപ്പ് മാറൂ. ഞങ്ങൾ 2 പേരും അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ 2 പേരും പത്മ കഫേ ഇവിടെ കൊട്ടാരക്കരയിലുണ്ട് കേട്ടോ. അപ്പം അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടും. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പത്മ കഫേയിൽ വന്ന് നല്ല തിരക്കാണ് ഇവിടെ. കണ്ടില്ലേ, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം ഇവിടെ ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിശന്നിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ കറികളും ചോറും ഒക്കെ വന്ന് ആ പരിപ്പും പപ്പടവും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചപ്പോഴുണ്ടല്ലോ, സമാധാനമായി. കാരണം എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ, എൻ്റെ ആ ഒരു ഫുഡ് പോകുന്ന ആ കുഴലിലൂടെ പോയി എൻ്റെ വയറ്റിലേക്ക് എത്തുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. കാരണം അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു. സമയം ഇപ്പം 3:45. ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്രോഷ ചെയ്തിട്ടോ. ബൈ ദ വേ ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഹാറ്റ്. എങ്ങനെയുണ്ട്? എനിക്ക് ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത ക്രോഷ പ്രോജക്ട്സ് വെച്ച്
എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് യൂസ്ഫുൾ ആണ്. വേണമെങ്കിൽ എനിക്ക് ഇതൊക്കെ ഇട്ടുകൊണ്ട് പുറത്ത് പോകാം. കുറച്ച് ചൂടെടുക്കും കേട്ടോ, കാരണം ഇത് തുണിയാണല്ലോ, അപ്പം ചൂടെടുക്കുന്നുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ലുക്സ് സോ പ്രിറ്റി. ഐ മീൻ, ഞാൻ ചെയ്തിട്ട് എന്നെ തന്നെ പുകഴ്ത്തല്ല കേട്ടോ, പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഞാനൊരു ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നേ കേട്ടോ. വൈറ്റ് ബോർഡർ ആയിരുന്നു നല്ലത്, പക്ഷേ അതെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ ബ്രൗൺ ചെയ്യാൻ നോക്കി, പക്ഷെ അത് സ്യൂട്ട് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അല്ലാണ്ട് തന്നെ ഇത് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ അങ്ങ് വെക്കാമെന്നുള്ളത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? സോ ഇനി കുളിക്കണം. അതിനു മുന്നേ എനിക്ക് ഇവിടേക്ക് ഒന്ന് തൂത്തിട്ട് കുളിക്കണം. കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണം കേട്ടോ. ഇതാണ് പ്ലാൻ. ഇനി ഞാൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ ചായ അങ്ങുണ്ടാക്കി കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് കുളിക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇത്ര രസം വന്നില്ല, പഞ്ചസാര കൂടുതലാണ്. സമയം ഇപ്പം 4:30 ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പെട്ടെന്ന് കുളിച്ച് അമ്പലത്തിൽ പോകാൻ റെഡി ആവട്ടെ. 5:30 കേട്ടോ ഇവിടുന്ന് ഇറങ്ങാൻ പ്ലാൻ. അല്ലെങ്കിൽ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഷടപടേന്ന് റെഡി ആവട്ടെ. ഇനി റെഡി ആയിട്ട് കാണാം. അങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ, ഞാൻ റെഡിയായേ. ആൻഡ് ഇത് എൻ്റെ ഡ്രസ്സല്ല, ഇത് അമ്മയുടെ ഡ്രസ്സാണ്. അതുകൊണ്ടാണ് കുറച്ച് വിയേർഡായിട്ട് തോന്നുന്നത്. എൻ്റെ രീതിയിലല്ല തയ്ച്ചേക്കുന്നത് കേട്ടോ. സോ അവിടെ ഇവിടെയൊക്കെ ഒരു മിസ്മാച്ച് കാണും. ദാറ്റ്സ് ബിക്കോസ് ഇതെൻ്റെ ഡ്രസ്സല്ല. അതിനിടയിൽ എൻ്റെ കൈയും കൂടെ മുറിഞ്ഞിട്ടോ വളയിടുന്ന സമയത്ത്. ഞാൻ റെഡി ആയത് എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോ എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ എന്ത് ചെയ്യണം എന്നെനിക്കറിയത്തില്ല. ഇനി സമയമില്ല, അമ്പലത്തിൽ പോട്ടെ. ടാറ്റാ. ആദ്യം പോയത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചിറക്കടവ് ദേവി ടെമ്പിളിലാണ്. ഞാൻ പോയിട്ട് 3 വർഷമാവുന്ന കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനേ പറ്റുന്നില്ല, ഓരോ കാരണങ്ങൾ കൊണ്ട്. അമ്പലത്തിൽ പണി നടക്കുമായിരുന്നു. ഞാൻ പോകുമ്പം കണ്ട ഒരു അമ്പലമല്ല, ഇപ്പം കംപ്ലീറ്റ്ലി മാറി കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് പടിഞ്ഞാറ്റിൻകര മഹാദേവ ടെമ്പിളിലാണ്. ഞങ്ങൾ പോയ അന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ആൻഡ് ഞങ്ങൾ ദീപാരാധന സമയത്തായിരുന്നു കേട്ടോ പോയത്. നല്ല വൈബായിരുന്നു. കുറേ പരിചയമുള്ളവരെ കാണാൻ പറ്റി. പിന്നെ അവിടെ സോപാന സംഗീതമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ ആയി കേട്ടോ ഇങ്ങനെ അമ്പലത്തിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ പോയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഗണപതി അമ്പലത്തിലാണ്. കൊട്ടാരക്കര വന്നിട്ട് ഗണപതി അമ്പലത്തിൽ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുമാത്രമല്ല, ഇവിടെയും വന്നിട്ട് കുറേ നാളായി. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പം ഉറപ്പായിട്ടും ഗണപതി അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് കേട്ടോ വന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. എപ്പോൾ അമ്പലത്തിൽ, ഈ ഗണപതി അമ്പലത്തിൽ വന്നാലും ഇതേപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പത്മ കഫേയിൽ തന്നെ വന്നു. അവിടുന്ന് നെയ് റോസ്റ്റും പിന്നെ സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അതെത്ര എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം കുറച്ച് തണുത്തിട്ടായിരുന്നു കേട്ടോ കിട്ടിയത്. പക്ഷേ വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ സമയം ഇപ്പം 9 മണിയായി. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി കിടന്നുറങ്ങണം. കുറച്ച് വീഡിയോസ് അതിന് മുന്നേ ഞാൻ കാണുമായിരിക്കും. സോ ഇന്ന് ശിവരാത്രി ആയിട്ട് ഒരു നല്ലൊരു പോസിറ്റീവ് ഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പോകേണ്ട അമ്പലങ്ങളിലൊക്കെ പോയി. ഞാൻ കുറേ നാളായി ഇവിടെയൊക്കെ പോയിട്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് പോകാൻ പറ്റി. സോ ഐ എം ഹാപ്പി. സോ ഇനി ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഞാൻ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, comment and subscribe to my channel. See you in my next vlog. Till then, ta-ta!